കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവേദിയിൽ പ്രതിഷേധത്തിന്റെ ചൂടാളിക്കത്തുമ്പോൾ ചില സ്നേഹത്തിന്റെയും കരുണയുടെയും കാഴ്ചകൾ കൂടി നമ്മൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നിരവധി കാഴ്ചകളുണ്ട് ഈ സമരവേദിയിലെ ചുറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എനിക്ക് പിന്നിലായി കാണുന്നത്. കനത്ത ചൂടാണ് ഡൽഹിയിൽ. ആ ചൂടിൽ ഈ സമരവേദിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പലതരം വിഷറി കൊണ്ട് അവർക്ക് വീശിക്കൊടുക്കുകയാണ്. കാരണം ആ ചൂട് സഹിക്കാതെ ഇരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ആ ചൂട് സഹിച്ചും ഈ സമരവേദിയിൽ അവർ രാവിലെ മുതൽ എത്തിയ ആളുകളുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ തങ്ങിയ ആളുകളുണ്ട്. അവരെല്ലാവരും ഈ ചൂടത്തിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ്. അവരുടെ ചൂടകറ്റാനായിട്ടാണ് ചില വിദ്യാർത്ഥികൾ, ചില യുവാക്കൾ അവർക്ക് ചുറ്റും നിന്നുകൊണ്ട് ഇത്തരത്തിൽ വീശിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഈ ഒരു കാഴ്ച മാത്രമല്ല ജന്തർ മന്ദിറിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിൽ സ്നേഹത്തിന്റെ, കരുണയുടെ നിരവധി കാഴ്ചകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് വീട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ കോളേജുകളിൽ നിന്നെല്ലാം വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ 3-4 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണപ്പൊതികൾ കൂടി ഉണ്ടാകും. ആ ഭക്ഷണപ്പൊതികളുമായിട്ടാണ് വിദ്യാർത്ഥികൾ ഈ സമരവേദിയിലേക്ക് കയറി വരുന്നത്. അതിവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അത് വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. വെള്ളം നൽകുന്നു, അവർക്ക് വീശിക്കൊടുക്കുന്നു, ഭക്ഷണങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നു. അത്തരത്തിൽ സ്നേഹത്തിന്റെ നിരവധി കാഴ്ചകൾ ഈ സമരവേദിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഭക്ഷണങ്ങളുടെ കാര്യം നേരത്തെ നമ്മൾ കണ്ടതാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യുകയാണ്. അത് ഓൺലൈൻ ഡെലിവറി അതിവിടെ എത്തിക്കുന്നു. അത് അവരുടെ കൈകളിൽ സുരക്ഷിതമായി തന്നെ ആ ഭക്ഷണങ്ങൾ കൃത്യമായി എത്തിക്കുന്നു. അത് അവരെല്ലാവരും കൂട്ടം കൂടിയിരുന്ന് ആ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച, അല്ലെങ്കിൽ ഏറ്റവും രസകരമായിട്ടുള്ള, ഏറ്റവും നമുക്ക് സന്തോഷം നൽകുന്ന കാഴ്ചകളിൽ ഒന്ന്, വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവരുടെ കയ്യിൽ 1-2 കവറുകൾ ഉണ്ടാകും. ആ കവറുകളിൽ നിറയെ ഭക്ഷണമാണ്, വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം ഉണ്ടാകും. അവർ വരുന്ന വഴി കടയിൽ നിന്ന് വാങ്ങിയ ഭക്ഷണങ്ങൾ ഉണ്ടാകും. ആ ഭക്ഷണം വാങ്ങി ഇവിടുത്തെ കൗണ്ടറുകളിൽ നൽകുകയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കോ യുവാക്കൾക്ക്, പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് അത് നൽകുന്നു. അങ്ങനെ നിരവധി കാഴ്ചകൾ നമുക്ക് സമരവേദിയിൽ നിന്നും കാണാൻ സാധിക്കും. നിരവധി ആളുകളാണ് ഓരോ മണിക്കൂറിലും ഈ വേദിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അത്രയധികം വിദ്യാർത്ഥികൾ ഈ സമരത്തിന് പിന്തുണ നൽകുന്നുണ്ട്. ഡൽഹിയിലെ മാത്രമല്ല, ഡൽഹിയിലെ സമീപ സംസ്ഥാനത്തുള്ള ഹരിയാനയിലെയും പഞ്ചാബിലെയും യുപിയിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായിട്ട് ഈ കനത്ത ചൂടിലും ഇവിടെ എത്തുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ മഴയാണ് ഇവിടെ കിട്ടുന്നതും വല്ലപ്പോഴുമാണ് ഡൽഹിയിൽ ഒരു മഴ ഇപ്പോൾ പെയ്യുന്നത്. അതല്ലാതെ ഭൂരിഭാഗം സമയവും കനത്ത ചൂടാണ്, വെയിലാണ്. അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 33 ദിവസമായി ഈ വിദ്യാർത്ഥികൾ ഈ സമരവേദിയിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് അവർ ഉയർത്തുന്നത്. എന്നാൽ സർക്കാർ അതിനോട് മുഖം തിരിക്കുകയാണ്. തങ്ങളെ ഒന്ന് കേൾക്കാൻ പോലും ഇവർ കാണുന്നില്ല എന്ന് ഈ വിദ്യാർത്ഥികൾ പറയുന്നു. അതും സങ്കടപ്പെട്ടുകൊണ്ടാണ് പലരും പറയുന്നത്. ഇത്രയധികം പ്രതിഷേധങ്ങൾ നടത്തുന്നു, തങ്ങളെ ഒന്ന് കേൾക്കാനോ ഇതിലൊരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുകൊണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. തങ്ങൾ ഈ പ്രതിഷേധം തുടരും. സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ ഈ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. തങ്ങളുടെ സ്നേഹവും കരുണയും സഹാനുഭൂതിയുമെല്ലാം ഈ പ്രതിഷേധ വേദിയിൽ ഇനിയും ഉണ്ടാകും. സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ പരസ്പരം ഓരോ ആളുകൾക്കും തണലായിക്കൊണ്ട് അവർക്ക് ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ വിശപ്പ് അകറ്റിക്കൊണ്ട് ഈ വേദിയിൽ തങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രഖ്യാപനവും കൂടിയാണ് ഈ സമരക്കാർ നടത്തുന്നത്. ഹരി മുണ്ടൂരിനോടൊപ്പം ജന്തർ മന്ദിറിലെ സമരവേദിയിൽ നിന്നും തൗഫീഖ് അസ്ലം, മീഡിയ 1.